എന്നെ സംബന്ധിച്ച് വിശേഷങ്ങളുടെ കലവറ തന്നെയാണ് ആറ്റുവേല. ഞാനതിൽ ക്ലാപ്പ് അടിക്കുന്ന അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് തുടക്കം. സംവിധായകൻ NB രഘുനാഥും നായകൻ അനു ആനന്ദും പിന്നീട് തമിഴിലെ പ്രശസ്ത നായികയായി തീർന്ന രസികയുമാണ് ഇരിക്കുന്നവർ. പുറകിൽ പച്ച ഷർട്ടിട്ട് കയ്യിൽ ക്ലാപ്പ് ബോർഡുമായി നിൽക്കുന്ന അസിസ്റ്റന്റ് ഡയറക്ടറായി ഞാനും, അടുത്ത ഷാജി എന്ന് പറയുന്ന മറ്റൊരു അസിസ്റ്റന്റും, ഇപ്പോൾ സിനിമാ രംഗത്ത് സജീവമായി നിൽക്കുന്ന KJ ബോസ് എന്ന അസിസ്റ്റന്റ് ഡയറക്ടറും അടക്കം ബാക്കി അസിസ്റ്റന്റ് ഡയറക്ടേഴ്സുമാണ് ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാനുള്ളത്. ദീർഘകാലം രാഷ്ട്രീയത്തിലും നാടകത്തിലും ഒക്കെ ഒപ്പം ഉണ്ടായിരുന്ന സതീശൻ പുതിയ സിനിമ കിട്ടി പോകുമ്പോൾ എന്നെ വിളിച്ചില്ലല്ലോ എന്നൊരു സങ്കടം മനസ്സിൽ സൂക്ഷിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ സംവിധാന ഗുരു ശ്രീ NB രഘുനാഥ് ഈ സിനിമയിലേക്ക് വീണ്ടും എന്നെ വിളിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലായിരുന്നു ആറ്റുവേലയുടെ ഷൂട്ടിംഗ്. ആദ്യമായി ഷൊർണൂർ വിട്ട് ചേർത്തലയിലെ പ്രമുഖമായൊരു ലോഡ്ജിൽ താമസിച്ചതും അവിടുത്തെ ഒരു തുരുത്തിൽ ഷൂട്ടിംഗ് നടത്തിയതുമൊക്കെ മനോഹരമായ ഓർമ്മയായി ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. പ്രശസ്ത താരങ്ങളായ രാജൻ P ദേവും NF വർഗീസും അന്നത്തെ നിർമ്മാണ രംഗത്തെ പ്രവർത്തിച്ച ഇന്നത്തെ പ്രിയ പ്രൊഡ്യൂസർ ആൻഡോ ജോസഫും ശ്രീ ജോൺസൺ മഞ്ഞളി അടക്കമുള്ള പ്രഗത്ഭരുടെ ഫോട്ടോയ്ക്കൊപ്പം താഴെ ഒരു മൂലയിൽ സഹസംവിധായകനായ ഞാനും ഇരിക്കുന്ന ഈ ചിത്രം ഇന്നും ആൽബത്തിൽ വലിയ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ സൂക്ഷിക്കുന്നത്. നിരവധി സിനിമാ മാസികകളിൽ ഞാൻ ഉൾപ്പെട്ട ഫോട്ടോ അച്ചടിച്ചു വന്നത് അന്നൊക്കെ വലിയ സംഭവമായിട്ടായിരുന്നു ഞാൻ കണ്ടിരുന്നത്. നാനയിലും വെള്ളി നക്ഷത്രത്തിലും ചിത്രഭൂമിയിലുമൊക്കെ ഇത്തരം ഫോട്ടോകൾ നിരവധി അടിച്ചു വന്നത് അന്ന് വലിയൊരു സംഭവമായി ഞാൻ കണ്ടിരുന്നു. ഈ സിനിമയുടെ സെറ്റിലാണ് നിർവഹണ രംഗത്ത് സജീവമായ ശ്രീ ജോൺസൺ മഞ്ഞളിയെയും ഇന്ന് മലയാള സിനിമ ഏറെ ആരാധിക്കുന്ന മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒക്കെ പ്രിയപ്പെട്ട സുഹൃത്തും നിരവധി സിനിമകളുടെ നിർമ്മാതാവുമായ ശ്രീ ആൻഡോ ജോസഫ് ഒക്കെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായി മാറുന്നത് ഞാൻ ഓർക്കുന്നു. ശ്രീ ആൻഡോ ജോസഫ് എന്നോട് പറയുകയുണ്ടായി, വിജയൻ ഭാവിയിൽ എന്തെങ്കിലും ഇങ്ങനെ വിജയൻ പ്രൊഡക്ഷൻ മാനേജറായി ജോലി എന്തെങ്കിലും എക്സിക്യൂട്ടീവായിട്ടൊരു അവസരം കിട്ടുകയാണെങ്കിൽ എന്നെ വിളിച്ചോളൂ, ഞാൻ കൂടെ വർക്ക് ചെയ്യാം. തിരിച്ച് ഞാൻ എക്സിക്യൂട്ടീവ് ആവുകയാണെങ്കിൽ വിജയനെ ഞാനും വിളിച്ചിരിക്കും. അത്തരത്തിലുള്ളൊരു ആഴത്തിലുള്ള ബന്ധം ഞങ്ങൾ തമ്മിലുണ്ടായി. അതിൻ്റെ ഒരു അടിസ്ഥാന കാരണം ആൻഡോ ജോസഫ് KSUവിൻ്റെ കോട്ടയം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഒരാളും ഞാനിന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നതിൻ്റെ പേരിൽ കുറച്ചുകൂടി ആഴം ഞങ്ങളുടെ ബന്ധത്തിലുണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഞാൻ ആദ്യമായി പിന്നീട് എക്സിക്യൂട്ടീവ് ആയ സമയത്ത്